ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് പുഷ്പജയൻ പരുത്തിപ്പള്ളി. ഞാൻ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത് മങ്കാരമല എന്ന CSI ഇടവകയിലാണ്. എനിക്ക് ഭാര്യ, 2 മക്കൾ, പിന്നെ എൻ്റെ അമ്മ, ഭാര്യയുടെ അമ്മ, അങ്ങനെ 6 പേരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യയുടെ പേര് ലിജി എന്നാണ്, ലിജി പി ജയൻ. ഒരു NGOയിൽ വർക്ക് ചെയ്യുന്നു, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ സോഷ്യൽ വർക്കറായിട്ട് എന്നാളുകൾ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു മകനുണ്ട്, മകൻ്റെ പേര് അഭിഷേക് LP ജയൻ, മകൾ ആൻഡ്ലീന LP ജയൻ. എൻ്റെ പിതാവ് മരണപ്പെട്ടു, മാതാവിൻ്റെ പേര് ആലീസ്, എൻ്റെ ഭാര്യ മാതാവിൻ്റെ പേര് സെൽവി ബ്രൂസ്. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നത് എനിക്ക് ലഭിച്ച ദൈവവിളിയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ്. ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സഭ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് കഴിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ മാറി ആനാഗോഡ് ഡിസ്ട്രിക്റ്റിലെ മങ്കാരമല CSI ഇടവകയിലാണ്. അവിടെ ശുശ്രൂഷകനായിട്ട് ഏതാണ്ട് 5 വർഷം പിന്നിടുന്നു. ശുശ്രൂഷ രംഗത്ത് വന്നിട്ട് ഏതാണ്ട് തിരുവസ്ത്രം കിട്ടി ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം 9 വർഷങ്ങൾ പിന്നിടുന്നുണ്ട്. എന്നാൽ അതിനു മുന്നേ കുറച്ച് ദീർഘവർഷം സ്വമേധയായിട്ട് ശുശ്രൂഷകനായി പ്രവർത്തിച്ചിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ, കുട്ടിക്കാലത്ത് എൻ്റെ പപ്പയോ അമ്മയോ എന്നെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നേർന്ന ആളല്ല ഞാൻ. എന്നാൽ കുട്ടിക്കാലം മുതൽ, അതായത് എനിക്കൊരു 5 വയസ്സ് പ്രായം മുതൽ എനിക്കറിയാം. അതിനു മുമ്പ് ഏതാണ്ട് ഒരു 3 വയസ്സ് പ്രായം മുതൽ തന്നെ എന്നെ പരുത്തിപ്പള്ളി, എൻ്റെ മാതൃസഭ CSI പരുത്തിപ്പള്ളിയാണ്. പരുത്തിപ്പള്ളി ഇടവകയിലെ സൺഡേ സ്കൂളിൽ കുഞ്ഞുനാൾ മുതലേ പഠിച്ച് വളർന്നു. അതോടനുബന്ധിച്ച് തന്നെ ഇടയ്ക്ക് ഏതാണ്ടൊരു 5 വയസ്സ് കഴിയുന്ന സമയത്ത് നഴ്സറി ഗ്രേഡ് മുതൽ ആർട്സ് കോമ്പറ്റീഷൻസ് വരും, കലാമത്സരങ്ങൾ. അപ്പോൾ ഈ കലാമത്സരങ്ങളിൽ ഗാന വിഭാഗം ഒക്കെയും മത്സരത്തിൽ പങ്കെടുക്കുവാനും അന്നൊക്കെ ഡിസ്ട്രിക്ട് തലത്തിലൊക്കെ സമ്മാനം നേടുവാനും ദൈവകൃപയാൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലമാണത്. സൺഡേ സ്കൂളിൽ പഠനം കഴിയുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ ഇന്ന് ഈ തിരുവസ്ത്രം അണിയുവാനായിട്ട് ഒരു പ്രധാന കാരണം ഞാൻ ഗായക സംഘത്തിലെ അംഗമായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 10 വയസ്സ് കഴിയുമ്പോൾ 12 വയസ്സ് മുതൽ എൻ്റെ സഭയിലെ തന്നെ ഗായക സംഘത്തിലെ അംഗമായിരുന്നു. രാവിലെ, അതായത് 8 മണിക്ക് ആരാധനയെങ്കിൽ 7:30 മുമ്പ് നമ്മൾ അവിടെ അരമണിക്കൂറിന് മുമ്പ് അവിടെ എത്തുക, ക്വയറിൻ്റെ ബാക്കി ക്രമീകരണങ്ങൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ക്വയറിൻ്റെ സെക്രട്ടറി ആയിട്ടും സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ ഈ ഗായക സംഘവുമായുള്ള ബന്ധമുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പള്ളിയിൽ തന്നെ ഞാൻ ഇങ്ങനെ ഫുൾ ടൈം, ഒരുപക്ഷെ ചില ജോലികൾ തേടി വന്നിട്ടും, ഒരുപക്ഷെ വിദേശത്ത് എൻ്റെ പപ്പയുടെ സുഹൃത്തുക്കൾ വഴി വിദേശത്ത് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടും പോകാതെ, പള്ളി വിട്ടു പോകാത്തതും ഇന്ന് ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നതുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് നേരെ നോക്കി കാണുന്നത് പള്ളിയുടെ ഗോപുരമണിയാണ്. അത്രയ്ക്ക് അടുത്താണ് എൻ്റെ വീട്. അങ്ങനെ ഗായക സംഘവുമായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് മറ്റു ജോലികൾ എന്നെ തേടി വന്നിട്ടും ഞാൻ പോയില്ല. ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതല്ല, അതിൽ കവിഞ്ഞ് വിദേശയാത്ര അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ആലയം വിട്ടു പോകാൻ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ അങ്ങനെ നിലനിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ തിരുവസ്ത്രം അണിഞ്ഞിരിക്കുന്നതും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. വീണ്ടും പിന്നാലെ 1-2 കാരണങ്ങളുണ്ട് ഞാൻ ഇതിലേക്ക് വരുവാനായിട്ട്. ഗായക സംഘത്തിലിരുന്ന് പാടുക, അതിനുശേഷം ചില ആലയങ്ങളിലൊക്കെ പാട്ട് പഠിപ്പിക്കാനൊക്കെ ഞാൻ പോകുമായിരുന്നു. പാട്ട് പഠിപ്പിക്കുക, കൊയറില്ലാത്ത ചില കൊച്ചു ദേവാലയങ്ങളിൽ കൊയർ ഫോം ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം പാരലൽ കോളേജിലെ അധ്യാപനം, അവിടെ പഠിപ്പിക്കൽ, അതേ തുടർന്ന് കൊയറിൻ പാട്ട് പഠിപ്പിക്കൽ, ഇത് രണ്ടുമായിരുന്നു പ്രധാന വരുമാനം. അന്ന് ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. ഒരുപക്ഷെ ദീർഘവർഷങ്ങൾ എൻ്റെ കുടുംബത്തെ പുലർത്തിയതുപോലും ഞാൻ ഈ കൊയറിൽ നിന്നുള്ള, അല്ലെങ്കിൽ കൊയർ മാസ്റ്റർ എന്നുള്ള നിലയിൽ മറ്റു ആലയങ്ങളിൽ പോയി പാട്ട് പഠിപ്പിച്ച് കൊയറിനെ പരിശീലിപ്പിച്ച് കൊയർ കണ്ടക്ട് ചെയ്ത് അങ്ങനെ അതിലുള്ള വരുമാനത്തിൽ നിന്നാണ് ഞാൻ ദീർഘവർഷക്കാലം ജീവിച്ചത്. അങ്ങനെ ഇരിക്കെ കമ്പാഷൻ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ്, കമ്പാഷൻ ഇൻ്റർനാഷണൽ, അതായത് സാധുക്കളായ കുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷണൽ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. അതിപ്പോൾ ഇല്ല, അത് വൈൻഡപ്പ് ചെയ്തു. ദീർഘവർഷക്കാലം അത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റിൽ കൂടെ ഞാൻ ചൈൽഡ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്തു കുറച്ച് വർഷങ്ങൾ. ഇതും ചെറിയൊരു വരുമാന മാർഗം എന്ന് പറയാം. അപ്പോൾ ഇത് മൂന്നുമായിട്ട്
അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ സൺഡേ സ്കൂൾ സെക്രട്ടറി ആവുന്നു. ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ സെക്രട്ടറി ആവുന്ന സമയത്ത് തന്നെ എൻ്റെ വിവാഹവും നടക്കുന്നു. ഞാൻ വിവാഹം കഴിച്ചത് ഒരു വൈദികൻ്റെ കുടുംബത്തിൽ നിന്നാണ്. 45 വർഷം CSI ഇടവകകളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു പുരോഹിതനായിരുന്ന റവറൻഡ് ജോൺ ബ്രൂസ് എന്ന പുരോഹിതൻ്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. വിവാഹം കഴിയുന്ന ഒരു സമയത്ത് ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ സൺഡേ സ്കൂൾ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസം പിന്നിടുമ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാനായിരിക്കുന്ന ഒരു TS നോബൽ അച്ഛൻ, വളരെ പ്രായമുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹം എൻ്റെ ഭാര്യാപിതാവിനെ ജോൺ ബ്രൂസ് അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട മലയന്തേരി എന്ന് പറയുന്ന ഒരു ചെറിയ CSI ഇടവകയിൽ അവിടുത്തെ ശുശ്രൂഷകൻ സുവിശേഷകർ, അദ്ദേഹം ഒരു അസൗകര്യ നിമിത്തം തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ്. അവിടെ ഒരാഴ്ച ആരാധന നടത്താൻ പോകാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാനിതുവരെ ആരാധന നടത്തി എനിക്ക് ശീലമല്ല. കുഞ്ഞുനാൾ മുതലേ ആരാധന കണ്ടും ആരാധനയിൽ പങ്കെടുത്തും അതിലൂടെയുള്ള അനുഗ്രഹവും പ്രാപിച്ച് വളർന്നു വരുന്നൊരു സാഹചര്യമാണല്ലോ. പക്ഷേ ആരാധന അതുവരെയും ഒരിടത്തും നടത്തിയിട്ടില്ല. ചെറിയ ചെറിയ പ്രസംഗങ്ങൾ ചില യുവജന സംഘടനാ വേദികളിൽ ഒക്കെയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ആരാധന നടത്തുക ഇത്രയും ഒരു ജനാവലിയുടെ മുന്നിൽ നിന്ന് ആരാധന നയിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി റിസ്ക്കുള്ള കാര്യമായിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും ഞാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ 2-3 ദിവസങ്ങളെ പിന്നെ ബാക്കിയുള്ളൂ. ഈ 2 ദിവസങ്ങൾ ഇതിൻ്റെ ആരാധനയുടെ ഭാഗങ്ങൾ ഒക്കെ ഒന്ന് പഠിക്കുവാനൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ ഭാര്യാപിതാവാണ്. അതിനുശേഷം ഞായറാഴ്ച പ്രഭാതത്തിൽ മലയന്തേരി എന്ന ദേവാലയത്തിലേക്ക് പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറി ഒരു ഫോറസ്റ്റ് ഏരിയ ബൗണ്ടറിയാണത്. ബൗണ്ടർ മുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം ഫോറസ്റ്റ് ബൗണ്ടറി ആയതുകൊണ്ടാണ് അങ്ങനെ പേര് വരാൻ തന്നെ കാരണം. അവിടെ നിന്നൊരു അല്പം മാറിയാണ് ഈ പള്ളി. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ആരാധന നടത്താൻ പോകുന്നു. ഞാൻ കരുതുന്നു ഒറ്റ ആഴ്ചയ്ക്ക് വേണ്ടി ഞാൻ പോയതാണ്. ഈ ഒരാഴ്ച ആരാധന നടത്തി അടുത്ത ആഴ്ച ഞാൻ വരേണ്ടതില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ മറ്റൊരു ശുശ്രൂഷകൻ അവിടെ എത്താത്തത് കൊണ്ട് വീണ്ടും അടുത്ത ആഴ്ച അങ്ങനെ തുടർന്നു. അടുത്ത ആഴ്ച എന്നുള്ളത് വീണ്ടും അടുത്ത ആഴ്ചയായി. അങ്ങനെ 3 മാസങ്ങൾ പിന്നിട്ടു. അപ്പോഴേക്കും ആ ഇടവകയിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഒരാളായി. അത്രയും വളരെ സൗഹൃദപരമായി അവരെന്നോട് പെരുമാറി, ഞാൻ അവരോട് പെരുമാറി. അങ്ങനെ എനിക്ക് അവിടം വിട്ട് പിന്നെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ സഭാജനങ്ങളും എന്നെ അവിടെ നിന്ന് വിടാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ പിന്നാലെ മഹായിടവകയിൽ നിന്ന് ചിലരെ അവിടെ പോസ്റ്റ് ചെയ്യുവാനായിട്ട് നിർദ്ദേശിച്ചപ്പോൾ സഭയിലെ ജനങ്ങൾ തന്നെ പറഞ്ഞു, വേറെ ആരും വേണ്ട, ഈ സുവിശേഷകർ തന്നെ മതി എന്നാണ് അവർ പറഞ്ഞത്. അതാണ് ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ ഈ ശുശ്രൂഷാമുഖത്തേക്ക് ഞാൻ കടന്നു വരുവാനായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റായി തീർന്നത്. ഒരാഴ്ച മാത്രം ആരാധന നടത്തി മടങ്ങിപ്പോകാം എന്ന് കരുതിയിരുന്ന ഞാൻ 6 വർഷം ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. ഈ 6 വർഷക്കാലം ശുശ്രൂഷ ചെയ്തപ്പോൾ 6 വർഷം വേണ്ടി വന്നില്ല, എങ്കിലും 6 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ അവരിൽ ഒരാളായി മാറി എന്ന് മാത്രമല്ല, അവരുടെ കുടുംബത്തിലൊരംഗം പോലെ ഇന്നും ഇപ്പോഴും ആ കുടുംബത്തിലൊരംഗം പോലെയാണ് ഞാൻ ഇന്നും ആ സഭയിലെ. അവർ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾക്കൊക്കെ അവർ വന്ന് എൻ്റെ സഹോദരിയുടെയൊക്കെ വിവാഹത്തിന് അവർ ആലയത്തിലെ ഏതാണ്ട് ജനങ്ങൾ ഒരുമിച്ച് വന്ന് അതിനൊക്കെ സഹകരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, സഹായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇന്നും ആ ഒരു സന്തോഷത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്, ഒട്ടും മാറ്റമില്ല അതിൽ. എന്നാൽ അവിടെ 3 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ തന്നെ വലിയൊരു പള്ളി വയ്ക്കുവാൻ സാധിച്ചു. വലിയൊരു പള്ളി എന്ന് പറയുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു ആലയവും പണിയുവാനും അവിടെ തന്നെ തൂക്കുമണി സ്ഥാപിക്കുവാനും കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ പോയി ഞങ്ങൾ കളക്ട് ചെയ്താണ് ഒരു ദേവാലയം നിർമ്മിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയാണ് ഫോറസ്റ്റ് ബൗണ്ടറിയാണ്, അതായത് ഒരു വനമേഖലയിലാണ് ആ പള്ളി. അപ്പോൾ അതിന് പരിമിതികളുണ്ട്. എന്നാലും 3 വർഷം കഴിഞ്ഞപ്പോഴേക്കൊരു മനോഹരമായ ദേവാലയം, എല്ലാ പണിയും തീർത്ത് ടൈൽ വരെയിട്ട ഒരു മനോഹരമായ ദേവാലയം ദൈവം നമുക്ക് ദാനമായി നൽകി. അങ്ങനെ 6 വർഷം ഒരാഴ്ചയ്ക്ക് ശുശ്രൂഷയ്ക്ക് പോയ ഞാൻ 6 വർഷം ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. പിന്നെ എനിക്ക് ഈ ശുശ്രൂഷ വിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഒരിക്കലും, അതായത് ഇത് ഞാൻ വോളണ്ടറി വർക്കറായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ തുടർന്ന് പഠിക്കുവാനായിട്ട് പോകുന്നു. പഠനം കഴിയുന്നു. ബാച്ചിലർ ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ തിയോളജിക്കൽ കോഴ്സ് കഴിയുന്നു. അതോടൊപ്പം തന്നെ ശുശ്രൂഷയ്ക്കുള്ള ഈ കുപ്പായം അല്ലെങ്കിൽ സ്ഥാനവസ്ത്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥാനവസ്ത്രം ലഭിക്കുകയും തുടർന്ന് ഇപ്പോൾ മങ്കാരമല CSI ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു വരികയുമാണ്. ഇതിനിടയിൽ ചില ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. ഒരു കുരളിയോട് എന്ന് പറയുന്നൊരു ദേവാലയത്തിലും തുടർന്ന് പൂപ്പുറം എന്ന് പറയുന്നൊരു ദേവാലയത്തിലും ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ
ഞാൻ ഈ ശുശ്രൂഷയിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച വ്യക്തിയല്ല ഞാൻ. ഈ സ്ഥാനവസ്ത്രം അണിയുമെന്നും ഞാൻ ഒരിക്കലും കരുതിയ ആളല്ല. പക്ഷേ ഒരു ദൈവവിളി എനിക്കുണ്ടാകുന്നത് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഒരു 6 മാസം ആകുന്ന സമയമാണ്. അപ്പോൾ ടി.എസ്. നോബിൾ എന്ന് പറയുന്നൊരു പുരോഹിതൻ, ഡിസ്ട്രിക്ട് ചെയർമാൻ, വളരെ പ്രായമുള്ള ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഒരാഴ്ചയ്ക്ക് വേണ്ടി മറ്റൊരു ആലയത്തിൽ ആരാധന നടത്താൻ പോകാനായിട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് താല്പര്യമില്ല. ഇത് ആരാധന ഇതിങ്ങനെ നടത്തി ഒരുപക്ഷെ തുടർന്ന് ഒരു ശുശ്രൂഷകനായി ഇങ്ങനെ ഇതിൽ നിലനിൽക്കണമെന്ന് ഒരല്പം പോലും താല്പര്യമില്ലാതിരുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഗാന ശുശ്രൂഷ, കൊയർ മേഖല ഇത് വിട്ടൊന്നും എങ്ങോട്ടും പോകാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ദൈവവിളി. അപ്പോൾ ഈ അച്ഛൻ എന്നോട് ഒരാഴ്ചയ്ക്ക് ഒരു ആരാധന നടത്താൻ പോകാൻ ആവശ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിലും, ഞാനൊരു പുരോഹിത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും, ഞാൻ ഈ ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഗായക സംഘവും അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നില്ലായിരുന്നെങ്കിലും ഒരിക്കലും ഞാൻ ഈ ശുശ്രൂഷയിൽ വരില്ലായിരുന്നു. ഒരു ദൈവവിളി എന്ന് വിശേഷിപ്പിക്കാം. ആ ഒരൊറ്റ ആഴ്ചത്തേക്കുള്ള ആരാധനയ്ക്ക് ആ ഡിസ്ട്രിക്ട് ചെയർമാൻ എന്നെ ക്ഷണിച്ചതാണ് ഒന്നാമത്തെ എൻ്റെ ദൈവവിളി. തുടർന്നുള്ള 6 വർഷങ്ങൾ ഞാൻ സ്വമേധയായിട്ട് മലയന്തേരി ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നു. എങ്കിലും വോളണ്ടറി വർക്കറായിട്ട്. എങ്കിലും തുടർന്നും ഞാൻ ഈ ശുശ്രൂഷ പൂർണ്ണമായിട്ട് ഇതിൽ തന്നെ നിലനിൽക്കണമെന്ന് ആ 5 വർഷം വരെ വിചാരിച്ചില്ല. 6-ാം വർഷമാണ് ഞാൻ പിന്നെ പൂർണ്ണമായ തീരുമാനമെടുക്കുന്നത്. പലതവണ എൻ്റെ ഭാര്യ പിതാവ് എന്നോട് ആവശ്യപ്പെടുമായിരുന്നു, ഇതിൽ തന്നെ ശുശ്രൂഷ ചെയ്തുകൂടെ, മറ്റു തിയോളജിക്കൽ സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് ആ ശുശ്രൂഷയിൽ തന്നെ നിൽക്കണം എന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ പാട്ട് പഠിപ്പിക്കുക, അപ്പോൾ കമ്പാഷൻ്റെ പ്രോജക്റ്റിലെ വർക്കുണ്ട്, അത് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ജീവിച്ചോളാം, ഇതാണ് എൻ്റെ സന്തോഷം എന്ന് ഞാൻ പറയുമായിരുന്നു. പലതവണ നിർബന്ധിച്ചിട്ട് ഞാൻ വഴങ്ങാത്ത ആളാണ്. പക്ഷേ 6-ാം വർഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനൊരു ദൃഢനിശ്ചയം ആയിരുന്നു, ഈ ശുശ്രൂഷയിൽ മരണം വരെയും നിലനിൽക്കും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇന്നും ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. എന്നാൽ ഇന്നും ഞാൻ ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നുവെങ്കിലും ഇപ്പോഴും ഞാൻ ഗാന ശുശ്രൂഷയോ ഗായക സംഘങ്ങളുടെ പരിശീലനമോ ഒന്നും വിട്ടിട്ടില്ല. അന്നത്തെ പോലെ ഇന്നും ഞാൻ തുടരുന്നുണ്ട്. ഞാൻ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഈ ശുശ്രൂഷ നിറപടിയായി ചെയ്യുവാനായിട്ട് ഏബിൾ അല്ലായിരുന്നു. ഇന്നും ഏബിൾ ആണെന്നല്ല അതിനർത്ഥം. മറിച്ച് ഞാൻ ക്രമേണ വായനയിലൂടെയും മറ്റു, അതായത് ഇതുപോലുള്ള കൂട്ടായ്മകൾ, ആരാധനകളിലൊക്കെ സംബന്ധിച്ച് പലരുടെയും പ്രസംഗങ്ങളും അവരുടെ ശകലങ്ങളും ഒക്കെയും മനസ്സിലാക്കി ആണ് ഞാൻ കുറച്ച് ശുശ്രൂഷയിൽ ഇങ്ങനെ മെച്ചപ്പെട്ടത്. പക്ഷേ ഇന്ന് ആധുനിക കാലത്തിൽ ഈ കാലഘട്ടത്തിൽ ഇതൊരു പോസ്റ്റ് മോഡേൺ ഏജ് അല്ലെങ്കിൽ ഉത്തരാധുനിക കാലഘട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സുവിശേഷീകരണം അല്ലെങ്കിൽ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഒരു CSI ശുശ്രൂഷ നടക്കുന്ന സമയമെന്ന് പറയുന്നത് ഏതാണ്ട് 2 മണിക്കൂറോളമാണ്. അപ്പോൾ 2 മണിക്കൂർ സമയം യുവജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുക, 2 മണിക്കൂർ സമയം വളരെ ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളത് വളരെ ഒരു ശ്രമകരമായൊരു ദൗത്യമാണ് അവർ. എങ്കിലും അതങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുന്നവർ അങ്ങനെ ആലയത്തിൽ വരുന്നുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും 2 മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവർക്ക് മറ്റു ഓരോരോ കാര്യങ്ങളിലേക്ക് പോകാനുള്ള വ്യഗ്രതയുണ്ട്. ഈ യുവജനങ്ങളെ നമുക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് കൊയർ പ്രോഗ്രാമുകൾ, അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് തലത്തിലുള്ള കോമ്പറ്റീഷൻസ്, അതിലൊക്കെ ഇവരെ സഹകരിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രോഗ്രാംസൊക്കെ വരുന്ന സമയത്ത്, ആ ക്രിസ്മസ് കാരോൾ ഫെസ്റ്റ്, ഗ്രൗണ്ട്സ് കരോൾ എല്ലാം നടക്കുന്ന സമയത്ത് യുവജനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കും. വൈദിക ശുശ്രൂഷ രംഗത്ത് വരണമെങ്കിൽ നിർബന്ധമായിട്ടും സെക്കുലർ എഡ്യൂക്കേഷനും അത്യാവശ്യം തന്നെയാണ്. മിനിമം ഒരു ക്വാളിഫിക്കേഷൻ നമ്മുടെ തിയോളജിക്കൽ സ്റ്റഡിക്ക് പോകുന്ന വ്യക്തിക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ സെമിനാരി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സെക്കുലർ എഡ്യൂക്കേഷൻ്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ജനങ്ങൾ, നമ്മൾ വളരെ ശ്രേഷ്ഠരാണ് എന്നൊരിക്കലും കരുതാൻ പാടില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ജനങ്ങൾ നമ്മളെക്കാൾ വളരെ വെൽ എഡ്യൂക്കേറ്റഡാണ്. അവരോട് നമ്മൾ ആശയ സംവേദനം നടത്തണമെങ്കിൽ ഒരു പരിധിവരെ ഒരു സ്റ്റാൻഡേർഡായിട്ട് അവരോട് ആശയവിനിമയം നടത്തണമെങ്കിൽ നിശ്ചയമായിട്ടും സെക്കുലർ എഡ്യൂക്കേഷനും അത്യാവശ്യമാണ്. അതോടൊപ്പം നമ്മുടെ തിയോളജിക്കൽ സ്റ്റഡിയും ആവശ്യമാണ്. ഇത് രണ്ടിനും പ്രാധാന്യമുണ്ട്. രണ്ടിനും
തുല്യ പ്രാധാന്യം എന്ന് പറയാൻ വേണ്ടി വന്നാൽ അങ്ങനെ പറയാം. സെക്യുലർ എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ തിയോളജിക്കൽ എഡ്യൂക്കേഷനും ഇത് രണ്ടും ആവശ്യം തന്നെയാണ്. ഒരു ഉദാഹരണം പറയാമെങ്കിൽ എൻ്റെ ആലയത്തിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറുണ്ട്, അതോടൊപ്പം വേറെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, എന്നാൽ ഡോക്ടേഴ്സുണ്ട്, PG കഴിഞ്ഞ തന്നെ ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോഴേക്കും ഞാനും അവരുമായിട്ട് വളരെ അന്തരത്തിലാണ്. എങ്കിലും എനിക്ക് അവരോട് സംസാരിക്കുവാനും ഇടപെടുവാനും അവരോട് ഉപദേശങ്ങൾ നൽകുവാനും കഴിയുന്നുണ്ട്. അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ സെക്യുലർ എഡ്യൂക്കേഷന് നിശ്ചയമായിട്ടും പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധി വരെ അവരുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് നമുക്ക് അവരോട് ഇടപെടാൻ പറ്റില്ല. ഞാൻ ശുശ്രൂഷകനായി വരുമ്പോൾ എനിക്ക് തിയോളജിയെക്കുറിച്ചൊന്നും അറിയില്ല, ദൈവശാസ്ത്രം എന്താണെന്നറിയില്ല. കുട്ടിക്കാലത്തെ കേൾക്കുന്ന വചനം, അതുമായി ബന്ധപ്പെട്ട് ബൈബിൾ ഭാഷാ നിഘണ്ടു അങ്ങനെയൊക്കെയുള്ള ചില ടെക്സ്റ്റുകളുടെയൊക്കെ സഹായത്തോടെ അതിനെക്കുറിച്ച് വിശദമാക്കി ഞാൻ പറയുകയാണ് ചെയ്യുകയുണ്ടായിരുന്നത്. എന്നാൽ തിയോളജിക്കൽ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം വളരെയധികം മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഞാൻ തിയോളജിക്കൽ സ്റ്റഡിക്ക് അകത്തുള്ളത് BCS അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്നുള്ള ആ കോഴ്സിനകത്ത് തന്നെ പല പല ഘട്ടങ്ങൾ, അതായത് നമുക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ട്. അസൈൻമെൻറ്റ്സ് കൃത്യസമയത്ത് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യുക, അത് ധാരാളം ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുക, അങ്ങനെ റെഫർ ചെയ്ത് ഇങ്ങനെ പഠിച്ചു വന്നതിൻ്റെ ഒരു വളരെ വലിയ വ്യത്യാസം എനിക്ക് തന്നെ ഉണ്ടായി. അത് എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. തിയോളജിക്കൽ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം നിശ്ചയമായിട്ടും എൻ്റെ ചിന്താഗതിയിലും എൻ്റെ പ്രസംഗ രീതിയിലും എൻ്റെ ഇടപെടലിലും ശുശ്രൂഷയിലെ സകല മേഖലയിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി ഒരു കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ഗ്രാഹ്യം എനിക്ക് പോരായിരുന്നു. എന്നാൽ അതെനിക്ക് ഈ തിയോളജിക്കൽ സ്റ്റഡിയിലൂടെ ലഭിച്ചു. ദൈവശാസ്ത്രപരമായിട്ട് ഒരാളോട് വ്യക്തമായും സംസാരിക്കുവാനായിട്ടുള്ളൊരു ദൈവകൃപ അതിലൂടെ എനിക്ക് ലഭിച്ചു. ഒരു പൊതുവേദിയിൽ സഭ അറിഞ്ഞ് സംസാരിക്കണമെന്നാണ്. ഓരോ വേദിയിലും എപ്രകാരം ആ വേദിയിൽ ഇടപെടണമെന്നും സംസാരിക്കണമെന്നും എനിക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു ഈ തിയോളജിക്കൽ സ്റ്റഡിയിലൂടെ. ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം വിളിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും ശുശ്രൂഷകനാകാൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആര് ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുണ്ടോ, ഒരുപക്ഷെ ചിലരെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നേരും, എൻ്റെ മകനെ ഞാൻ പുരോഹിതനാക്കാം എന്ന് നേരും. അവർ വളർന്നു വരുമ്പോൾ അവരെ പുരോഹിതരാക്കും. എന്നാൽ ചിലരെങ്കിലും പുരോഹിതരല്ലാതെയും ആയി പോയിട്ടുണ്ട്. മാതാപിതാക്കൾ നേർന്നിട്ട് പുരോഹിതരാക്കാൻ കഴിയാത്തവരും പലരുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാളുകളിൽ. പ്രിയമുള്ളവരെ, ദൈവം വിളിച്ചിട്ടല്ലാതെ ഒരു വ്യക്തിക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ മനസ്സില്ലാതെയാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നതെങ്കിൽ പോലും അവിടെ ഒരു ദൈവവിളി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ആ ദൈവവിളി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ശുശ്രൂഷയിൽ ഞാൻ നിലനിൽക്കുകയില്ലായിരുന്നു. ഒരു തിരുവസ്ത്രം അണിഞ്ഞൊരു ശുശ്രൂഷകൻ നിശ്ചയമായും ദൈവത്തിൻ്റെ വിളിയാൽ വന്നതാണ്, അതിന് ഒരു തർക്കവുമില്ല. പ്രാർത്ഥന എന്നുള്ളത് പ്രേയർ ഈസ് പവർ. പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു ശക്തിയാണ്. പ്രേയർ ഈസ് എ ഗോൾഡൻ കീ വിച്ച് ഓപ്പൺസ് ഹെവൻ എന്നാണ്. പ്രാർത്ഥന എന്നുള്ളത് സ്വർഗം തുറക്കുന്ന താക്കോലാണ്. പ്രാർത്ഥനയോളം ശക്തി മറ്റൊന്നിനുമില്ല. വചനം പറയുന്നത് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് നിൻ്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിലുള്ള പിതാവ് നിനക്ക് മറുപടി നൽകുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കാമെങ്കിൽ അത് വലിയൊരു തോട്ടാണ്, വലിയൊരു ചിന്തയാണ്. എങ്കിലും ചുരുക്കി പറഞ്ഞാൽ അറയിൽ കിടക്കുക, വാതിലടയ്ക്കുക, ഒരു റൂം പൂട്ടുന്ന കാര്യമല്ല പറയുക, മറിച്ച് ഹൃദയമാകുന്ന അറയിൽ നമ്മൾ കടന്ന്, വാതിലുകൾ എന്ന് പറയുന്നത് നമ്മൾ പുറമേ നിന്ന് ഓരോ ആശയങ്ങളും കാര്യങ്ങളും അറിയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകളെ അടയ്ക്കുക. അപ്പോൾ ആ അറയ്ക്കകത്ത് മറ്റൊന്നും കയറുകയില്ല. അറയിൽ നമ്മൾ സുരക്ഷിതരാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ മനസ്സ് ഏകാഗ്രമാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിൽ അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രഹസ്യത്തിൽ ഞാനും പിതാവുമായ ബന്ധം, സ്വർഗസ്ഥനായ പിതാവുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഏകാഗ്രമായ ബന്ധം
നമുക്കപ്പോഴുണ്ടാവും. ആ പിതാവിനോട് നീ പ്രാർത്ഥിക്കുക എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. പ്രാർത്ഥനയെ കൂടാതെ ഒരു ശുശ്രൂഷകനോ ഒരു വ്യക്തിക്കോ ഒന്നും നേടുവാനായിട്ട് സാധ്യമല്ല. എൻ്റെ ഭാവിയിലെയും ആഗ്രഹം, ഞാനൊരു വൈദികനാകാൻ കാരണമായ ഒരു കാര്യം ഗാനശുശ്രൂഷ രംഗമാണ്. അതോടൊപ്പം തന്നെ ചില പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യാൻ ദൈവം കൃപയാൽ സാധിച്ചു. തുടർന്ന് ഈ ശുശ്രൂഷയിൽ ഒരു പുരോഹിതനാകുവാനും, ഞാനിപ്പോൾ ഇവഞ്ചലിസ്റ്റാണ്, ഒരു റവറൻഡ്, അതാണ് പുരോഹിതൻ, പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് പ്രധാന ആഗ്രഹമാണ്. അതുകൂടാതെ തന്നെ അതോടൊപ്പം പാട്ടുകൾ ഇനിയും കമ്പോസ് ചെയ്യണം. പാട്ടിലൂടെ സുവിശേഷം അറിയിക്കുക ഏറ്റവും ലളിതമായ മാർഗ്ഗമാണ്, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണ്. അതുകൊണ്ട് ഗാനങ്ങളിലൂടെ ഇനിയും ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു മരണം വരെയും പാട്ട് ഇങ്ങനെ നിലയ്ക്കാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിത ഉദ്ദേശം തന്നെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ ചിന്തിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, നനച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതപാതയിൽ മുന്നോട്ട് പോയാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം ധന്യമായി തീരും. കബീർദാസ് എന്ന് പറയുന്ന മഹത്തായ വ്യക്തി പ്രകാരം പറയുന്നു: ദുഃഖമേം സുമിരൻ സബ്കരയും സുഖമേം കരയുമിനെ കോയി, ജോ സുഖമേം സുമിരൻ കരയും തോ ദുഃഖ കാഹെ ഹോയി. ദുഃഖിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ വിളിക്കും, സുഖിക്കുമ്പോൾ അവൻ്റെ സുഖത്തിൽ മാത്രം അഭയം കണ്ടെത്തും. ദൈവത്തെ അപ്പോൾ മറക്കും. എന്നാൽ എല്ലായ്പ്പോഴും ഒരുപോലെ ദൈവത്തെ ധ്യാനിക്കുന്നവൻ, ദൈവത്തെ ചിന്തിക്കുന്നവൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവുകയില്ല എന്നാണ്. എന്തെന്നാൽ ദുഃഖങ്ങൾ പോലും സുഖങ്ങളായും തോന്നും, അനുഭവിക്കും എന്നാണ്.